ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ബൊക്കെയൊക്കെ കൊടുക്കണത്. എന്താവുന്നൊന്നും അറിയില്ല. എന്താണെന്ന് വെച്ചാലും മെല്ലെ പോയി നോക്കട്ടെ. അതെ. ഇന്നലെ തൊട്ട് ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്യണം, എന്താ വാങ്ങുക ഒന്നും അറിയാതെ ഇങ്ങനെ തല പുകഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമൃതയുടെ മെസ്സേജ് ഞാൻ കണ്ടത്. അവളുടെ ആ ഒരു മെസ്സേജിലാണ് ഈ ഒരു ബൊക്കേൻ്റെ ഐഡിയ പോലേക്ക് വന്നത് കേട്ടോ. പിന്നെ ഓരോ ഐഡിയകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുറേ ഗിഫ്റ്റൊക്കെ വാങ്ങി. വീട്ടിലെത്തിയപ്പോൾ ഗ്രീറ്റിംഗ് കാർഡിൽ മനസ്സ് തുറന്ന് എഴുതാൻ നോക്കിയപ്പോഴാണ് സ്കെച്ച് പെന്നില്ല. പിന്നെ എൻ്റെ സെഫോറയും മാക്കൊക്കെ എടുത്ത് അങ്ങോട്ട് വരച്ച് കൂട്ടിയിട്ടോ. നല്ല ചന്തം വേണമല്ലോ കാർഡ്. അങ്ങനെ ഇതാ ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ വിഷ്ണുവേട്ടന് വാങ്ങിയത്. എന്നത്തെയും പോലെ പതിവ് തെറ്റിക്കാതെ ഇതാ ഇക്കും കിട്ടി കുറേ ഗിഫ്റ്റുകൾ. അങ്ങനെ രാത്രി ഒരു 1:15 ഞാൻ പറഞ്ഞു നമുക്കൊരു ചെറിയ കേക്കും കൂടെ വാങ്ങിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇരുന്ന് സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ നോക്കി ഒരു ചെറിയൊരു ബെൻഡോ കേക്ക് വാങ്ങി. അത് ഇവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് ചതയുകയും ചെയ്തു കേട്ടോ. കുഴപ്പമില്ല, എന്തായാലും കഴിക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ മെല്ലെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു. ചെറിയൊരു ഞങ്ങളുടെ ഒരു സന്തോഷം. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ. എന്താണെങ്കിലും ബൊക്കെ വിഷ്ണുവേട്ടന് നല്ലോണം അങ്ങോട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ആ ഫ്രൂട്ട് ബേയിൽ പോയിട്ട് അവിടുത്തെ ഈ പുതിയ സാധനങ്ങളൊക്കെ കഴിച്ചു നോക്കി. നിങ്ങളുടെ സെലിബ്രേഷൻ എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ?